ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷം ഇപ്പോൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് പോകുന്നത് നേരെ ഉടുപ്പിക്കാണ്. അപ്പോൾ കാസർഗോഡ് നിന്നാണ് ഉടുപ്പിക്കുള്ള യാത്ര തിരിക്കുന്നത്. രാവിലെ വെളുപ്പിന് 5:30-ക്കാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഉറക്കച്ചടവോടെ മോളൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ആകെ വണ്ടിയിൽ കയറിയാൽ പാൽ കുടിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ഗോവ ട്രിപ്പ് പോകണം, അതുമല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇത് ബഡ്ജറ്റിൽ ഒതുക്കി ഒരു മിനി ഗോവ അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ പറയുന്ന നമ്മളുടെ ഉടുപ്പിയിലേക്കാണ് യാത്ര. അപ്പോൾ നമ്മൾ ഉടുപ്പി വളരെ ഫേമസ് ആയ സ്ഥലമാണ്. യൂട്യൂബും വ്ളോഗ്സും ഇൻസ്റ്റഗ്രാമിലെ റീൽസൊക്കെ കാണുന്നവർക്ക് അറിയാവുന്നതായിരിക്കും. ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. ഭക്ഷണത്തിന് വളരെ ഫേമസ് ആയ സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മൾക്കൊരു ഗോവേൻ്റെയൊക്കെ ഒരു 7 അയൽവക്കത്തൊക്കെ വരുന്ന രീതിയിലുള്ള നല്ല കുറച്ച് ബീച്ചുകളും അതേപോലെ തന്നെ ഒരു കുഞ്ഞു ഐലൻഡൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഉടുപ്പിയിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ ഇപ്പോൾ നേരമൊക്കെ നന്നായി കുറച്ച് വെളുത്ത് വന്നു. നല്ല മഞ്ഞാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനും ഭംഗിയുള്ള മഞ്ഞാണ് കേട്ടോ. കാരണം നമ്മൾക്ക് ക്യാമറ കണ്ണിലൂടെ കാണുമല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. വയനാട് ചുരം ഡെയിലി കയറിക്കൊണ്ടിരുന്ന ഞങ്ങൾക്കിതൊരു പുതിയ കാഴ്ച അല്ലെങ്കിലും ഇങ്ങനൊരു ട്രിപ്പ് പോകുമ്പോൾ നല്ല മനസ്സിനൊക്കെ നല്ല രസം തോന്നുന്നൊരു കാഴ്ചയാണ് ഈ പറയുന്ന മഞ്ഞ്. അപ്പോൾ നല്ല റോഡാണ് കേട്ടോ. 2 ടോൾ ബൂത്താണ് ഇവിടെ നിന്ന് ഉടുപ്പിയിലേക്കുള്ള യാത്രയിലുള്ളത്. ടോൾ ബൂത്ത് വരെ കുറച്ച് മോശം റോഡാണെങ്കിലും അത് കഴിഞ്ഞാൽ വളരെ നല്ല റോഡാണ്. കാസർഗോഡ് നിന്ന് ഏകദേശം ഉടുപ്പിയിലേക്ക് 115 കിലോമീറ്ററാണുള്ളത്. രാവിലെ ഇപ്പോൾ ഈ യാത്രയൊക്കെ പോകുന്നവർക്ക് ഇതേപോലെ 5:30 അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ആയാൽ അത്രയും നല്ലത്. ആ ഒരു യാത്രയാണ് നല്ല രസം ഉണ്ടാകുക. അതിന് കാരണം എന്താ വെച്ചാൽ വണ്ടികൾ തിരക്കൊക്കെ കുറവായിരിക്കും, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ മഞ്ഞൊക്കെ ആസ്വദിച്ച് തിരക്കൊക്കെ കുറഞ്ഞ് നല്ല സുഖമായിട്ട് യാത്ര പോകാൻ പറ്റും. തികച്ചും ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു യാത്രയാണിത്. അമ്മച്ചി ഞങ്ങൾ ചതിച്ചാൽ നമ്മളുടെ ട്രിപ്പും മുഴുവനായും അവതാളത്തിലാകും. അപ്പോൾ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ഐഡിയ, ജിയോ സിമ്മൊക്കെ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഭാഷ അറിയില്ല. കന്നഡ നമ്മൾക്ക് തീരെ അറിയില്ല, മലയാളം പിന്നെ അവർക്കും അറിയില്ലല്ലോ. ഹിന്ദി അവർക്കറിയാം കേട്ടോ. നമ്മളിതിനിടക്ക് കുറച്ച് പേരോട് സംസാരിച്ചതിൽ നിന്ന് അവർക്ക് ഹിന്ദി അറിയാമെന്നുള്ളത് മനസ്സിലായി. ബട്ട് നമ്മൾക്ക് കേൾക്കാൻ അറിയും, ബട്ട് പറയാൻ അറിയില്ലല്ലോ. അതൊരു സത്യവത്തായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മാൽപ്പി ബീച്ചിലോട്ടാണ്. മാൽപ്പി ബീച്ചിൽ നമുക്കൊരു ചെറിയൊരു ബോട്ട് യാത്രയൊക്കെ നടത്തിയാൽ സെൻറ്റ് മേരീസ് ഐലൻഡിലൊക്കെ എത്താം. നമ്മുടെ ട്രിപ്പിൽ ഇന്ന് ഉള്ള കാര്യങ്ങൾ മാൽപ്പി ബീച്ച്, അതേപോലെ തന്നെ ഒരു ടെമ്പിൾ, ദെൻ അതുപോലെ തന്നെ കാപ്പ് ബീച്ച്, ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുള്ളത്. കാപ്പ് ബീച്ചിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്നാണ് കേട്ടത്, പോയാൽ അറിയാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ സമയം ഏകദേശം ഒരു 8:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ 5:30-ക്ക് യാത്ര തിരിച്ചതാണ്. നല്ല റോഡൊക്കെയായിരുന്നു. 8:30 ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല ഭംഗിയായി നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കടൽ തീരം എന്നൊക്കെ നമുക്ക് പറയാം. മാൽപ്പി ബീച്ച് വളരെ നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കടകളും ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് ഏരിയാസ് ഇവിടെ ഉണ്ട്. നല്ല ശാന്തമായ കടലാണ് കേട്ടോ. വളരെ ഇങ്ങനെ ശക്തിയായി അടിച്ചു കയറുന്ന തിരയൊന്നും ഇവിടെ ഇല്ല. വളരെ ശാന്തമായിട്ടുള്ള കടലാണുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന കടലുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചധികം ഇഷ്ടമായി. അതുപോലെ തന്നെ നമ്മൾ വളരെ നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ട്രിപ്പ് വരുന്നവർക്ക് ഇച്ചിരിയും കൂടെ നേരത്തെ എത്തുന്നതാണ് നല്ലത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കൂടിയിട്ടുണ്ട്. ചെറുങ്ങനെ ചൂടൊക്കെ വരാൻ തുടങ്ങി. എന്നാലും ഒരുപാട് സഞ്ചാരികളുണ്ട് കേട്ടോ. സഞ്ചാരം എന്ന് വെച്ചാൽ ഇവിടെ കാണാൻ വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ 8:30-ഒക്കെ ആയതുകൊണ്ട് സഞ്ചാരികൾ വളരെ കുറവായിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഒരുപാട് സഞ്ചാരികളുണ്ട്. ഒരുപാട് പേര് ഇവിടെ കടലിൽ കളിക്കാനും കുളിക്കാനും അതേപോലെ മണലിൽ കിടക്കാനൊക്കെ വന്ന വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നുള്ളവരും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നോർമലി അവൾക്ക് കടലും വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ബട്ട് ഇവിടെ വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉറക്കക്ഷീണവും ഒന്നും കാണുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ആ ക്ഷീണം പോലും കാണുന്നില്ല. ആൾ നല്ല കളിയാണ്. മണലൊരു നല്ല പ്രത്യേകതയുള്ള നല്ല സോഫ്റ്റ് മണ്ണാണ് കേട്ടോ. നമ്മുടെ കാലങ്ങ് ആഴ്ന്ന് ഇറങ്ങിപ്പോ എൻ്റെ ഫസ്റ്റ് അനുഭവമായതായിരിക്കാം ഞാൻ ഇത്ര ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതായിരിക്കാം. ബട്ട് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെയിലൊക്കെ നന്നായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
വെയിലിന് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, എന്നാലും ഇപ്പം അത്ര ചൂടറിയുന്നില്ല, ഈ ഒരു സമയത്ത് ഇത്ര ചൂടറിയുന്നില്ല കേട്ടോ, എന്നാലും ചൂടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എൻ്റെ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറേ പ്രതീക്ഷകളെ മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു ഇത്. കാരണം കർണാടകയിലെ ഭക്ഷണത്തെക്കുറിച്ചും കർണാടകയിലെ ആളുകളെക്കുറിച്ചും ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചുമുള്ള മുൻധാരണകളൊക്കെ മാറ്റിയ ഒരു മനോഹരമായ ട്രിപ്പായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കൂടാരങ്ങളുടെ പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആദ്യമേ ഉണ്ടായിരുന്നതാണെന്ന് തോന്നണം, ഇപ്പോൾ അവർ അത് ചെറുങ്ങനെ റെനോവേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറച്ച് കാലം കഴിഞ്ഞ് വരുന്നവർക്കാണ് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരാൾക്ക് കയറാൻ 400 രൂപയാണ് ആകുന്നത്. കുറച്ചധികം ദൂരത്തോളം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഫെസിലിറ്റിയാണ്, ആളുകളൊക്കെ നല്ല സെക്യൂരിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ കയറാൻ കഴിയുക. അതിന് 5 വയസ്സിന് താഴെയുള്ളവർക്ക് കയറാൻ കഴിയില്ല. എനിക്ക് പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോലും പോയിട്ടില്ല. എനിക്ക് കുറച്ച് കടലിനെ പേടിയുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പം ഏട്ടനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല അനുഭവമാണെന്നാണ് പറഞ്ഞത്. ഇത് വെച്ചാൽ നോർമലി ഒരു ട്രാവൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ വരുന്നത്. പക്ഷേ കടലിനെ പേടിയുള്ളവർക്ക് കുറച്ച് അധികം പേടിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം തിരമാലകൾക്കനുസരിച്ച് നമ്മൾ മൂവ് ആവും അല്ലേ. മീൻസ് നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഊഞ്ഞാലിൽ ആടുന്നതൊക്കെ പോലെ നിന്നാടിയാൽ എങ്ങനെ ഉണ്ടാവും, അതേ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടറിഞ്ഞത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല വൈബായിരിക്കും കേട്ടോ ഇതിനകത്തൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആളുകൾ ഇതിനകത്ത് കയറുന്നുണ്ടായിരുന്നു. 2 സൈഡിലും സെക്യൂരിറ്റീസ് ഉണ്ട്. അവരവിടെ നിന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. വളരെ സ്പീഡിൽ നടക്കാനൊന്നും പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിന്നൊക്കെ മീൻ പിടിക്കുന്ന ആളുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് അതിനകത്ത് മീൻ കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ നോർമലി ഇതിൽ കൂടെ പോകുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്ന ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ നേരത്തെ വരികയാണെങ്കിൽ അധികം വെയിലൊന്നും കൊള്ളാതെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ കൂടെ ചെറിയൊരു ഒരു ബാസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുപ്പി പോലെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കൂടെ ആളുകൾ കയറി ഇങ്ങനെ കടലിൽ കൂടെ പോകുന്നുണ്ട്. ഒരു 6-7 ആളുകളൊക്കെ കയറുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിനോദങ്ങൾ ഇതിനകത്തൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ മറ്റു ബീച്ചുകളിൽ കണ്ടിട്ടില്ല. പട്ടം പറത്തുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കടലിൽ കൂടെ ഒരുപാട് ദൂരം നടന്നു പോകുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ബലൂണൊക്കെ ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ കുപ്പി ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പേടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് കയറാൻ പറ്റില്ല, എന്നെപ്പോലെയുള്ള അല്ലാത്ത ആളുകൾക്കൊക്കെ വളരെ രസകരമായിരിക്കും കേട്ടോ അതിനകത്തൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു തിരുത്തുണ്ട്. നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി 150 രൂപയാണ് ഇത് ഒരാൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നോൺ വെജും വെജൊക്കെ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 9 മണിയായാൽ മാത്രമേ ഇതൊക്കെ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് വരുന്നവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് കരുതിയിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണ്, നല്ല ഫുഡുമാണ്. നല്ല അടിപൊളി മസാല ദോശ. ഇത്രയും ടേസ്റ്റുള്ളൊരു മസാല ദോശ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റാണ്. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പ്ലേറ്റ് ഇഡ്ഡലി, അതേപോലെ തന്നെ നമ്മൾ കഴിച്ചത് 2 കോഫി, then ഒരു മസാല ദോശയ്ക്ക് 177 രൂപയാണ് നമ്മൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ചാർജ്. ഈ ബീച്ചും നല്ല വൃത്തിയായി അവർ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ബീച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ചെറിയ ചെറിയ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അവരിങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം കേട്ടോ. അത്രയും നല്ല പെർഫെക്റ്റായിട്ട് ഈ ബീച്ച് അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മൾബേ ബീച്ചിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ് പോകുന്നത്. ഐലൻഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തത് പ്രൈവറ്റ് ബോട്ടാണ്. പ്രൈവറ്റ് ബോട്ടിന് ഒരാൾക്ക് വരുന്നത് 400 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അതിൽ ചെറിയ കുട്ടികളില്ല, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് ബോട്ടും അതേപോലെ തന്നെ പ്രൈവറ്റ് ബോട്ടും നമുക്ക് കിട്ടും. അതിൽ ഗവൺമെൻറ് ബോട്ടിന് ഏകദേശം ഒരു 380 രൂപയാണ് വരുന്നത് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ടിക്കറ്റ് ലൊക്കേഷനൊക്കെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ബോട്ട് ചൂസ് ചെയ്തത്. പിന്നെ പ്രൈവറ്റ് ബോട്ടിൽ കുറച്ച് ആളുകൾ കയറുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ പറ്റും. ഗവൺമെൻറ് ബോട്ട് കുറച്ച് വലുതാണ്, സോ നമ്മൾ കുറച്ച് നേരം കൂടെ അതിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബോട്ടിലെ യാത്ര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരുന്നു.
നല്ല സെക്യൂറാണ്, കാരണം ഇവരെ നല്ല നല്ല ഭദ്രമായി നമ്മളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. തുമ്പി മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഭയങ്കര വയലൻ്റ് ആവുന്നു, പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ നല്ല നീലക്കടലാണ്, നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ നല്ല നീലക്കടലാണ്. കടലിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ശാന്തമായിട്ട് ഉള്ളൊരു ബീച്ചാണ്. നമ്മൾക്ക് എന്താ പറയുക, ഇത് എങ്ങനെ പറഞ്ഞ് നിങ്ങളോട് വിവരിച്ച് തരണം എന്ന് എനിക്കറിയില്ല, അത്രയും ഭംഗിയായിട്ടോ. ആ ആകാശത്തുള്ള ആ സൂര്യനും സൂര്യൻ വരെ എനിക്ക് തോന്നുന്നു മുഴുവനായിട്ട് എനിക്ക് നീലമായിട്ടാണ് അവിടെ, ഒരു നീലമയമാണ്, അത്രയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇവിടെ ആദ്യമൊക്കെ വരുന്നവർ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു, ഇവിടെ കുടിവെള്ളം പോലും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതിനുള്ളിൽ ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഐറ്റംസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്. വരുന്നവർ ശ്രദ്ധിക്കുക, ബീച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇവർ നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. വേസ്റ്റൊക്കെ ഇടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബോട്ട് തിരിച്ചിനി നമ്മളെയും കൊണ്ടാണ് പോവുക. ഇതിനിടയ്ക്ക് ഒരു ട്രിപ്പ് വേറെ ബോട്ട് വന്നിരുന്നു. അപ്പോൾ ഒരു മണിക്കൂറാണ് കേട്ടോ നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന ടൈം. അപ്പോൾ ഒരു 1 hour നമുക്ക് ഈ ബീച്ചിനുള്ളിൽ കയറാം, തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ അസ്ഥികൂടം പോലെയൊക്കെ അവർ തെങ്ങിൻ്റെ മടൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ വലിയൊരു കോൺസെപ്റ്റോടെ ഒന്നും അങ്ങോട്ടേക്ക് പോകരുത്. ഒരു ദ്വീപ്, നിങ്ങൾ എന്താ പറയുക, ഒരു കടലിലേക്ക് ഒരു ബോട്ടിലൊരു യാത്ര ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനുള്ളൊരു ചെറിയൊരു ഐലൻഡിൽ എത്തുന്നു, അത്രമാത്രം. ആ ഒരു പ്രതീക്ഷയോടെ പോവുക. നമ്മളുടെ വളരെ അടുത്ത് നിയറായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഐലൻഡ് കാണാൻ പോകുന്ന ഒരു ഫീലോടെ പോവുക. വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി തോന്നിയൊരു കാര്യം, നിറയെ ചിപ്പികളുണ്ട് കേട്ടോ ഇവിടെ. ചിപ്പി എന്ന് പറഞ്ഞാൽ ശംഖ്. അപ്പോൾ അത് എത്ര ഉള്ളതെന്നറിയോ, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചിപ്പീസ് ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത്. അതൊരു എന്താ പറയുക, എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അത്യാവശ്യം കഴിക്കാനുള്ള സ്നാക്സ്, ഐസ്ക്രീം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവർ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ആദ്യമൊന്നും ഇവിടെ വെള്ളം അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ബട്ട് ഇപ്പോൾ അതെല്ലാം ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ലക്ഷദ്വീപ് എന്നൊക്കെ പറയാം. കാരണം ലക്ഷദ്വീപിൽ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് തൃപ്തി അടയാം, അത്ര തന്നെ. ഇവിടെ ഒരുപാട് റെനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2025 ഒക്കെ ആകുമ്പോഴേക്കും വളരെ ഭംഗിയായിട്ട്, 25 ഒക്കെ കഴിയുമ്പോഴേക്കും വളരെ ഭംഗിയായിട്ട് വേറൊരു രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് ഈ ഐലൻഡ് കാണാൻ കഴിഞ്ഞേക്കാം. ദെൻ ബൈ ബൈ.